കർമ്മയ്ക്ക് എനിക്ക് വിശ്വാസമില്ല. കർമ്മയ്ക്ക് വേണ്ടി സമയവും എനിക്കെടുക്കാൻ സമയമില്ല. കർമ്മ നോക്കി നിന്ന് കഴിഞ്ഞാൽ കർമ്മ വരട്ടെ, കർമ്മ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ വർഷങ്ങൾ നീണ്ടുപോകും. പലതും ഞാൻ കാണേണ്ട ഗതിയിൽ വരും, പലതും ഞാൻ കേൾക്കേണ്ടി വരും. എനിക്കതിനു വേണ്ടി വെയിറ്റ് ചെയ്യാൻ വയ്യ. ഞാൻ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. A to Z കാര്യങ്ങൾ വെച്ചിട്ടൊരു ഫയൽ ചെയ്ത് ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പേടിച്ച് ജീവിച്ചിട്ടുണ്ട്. ഈ നിമിഷം വരെ, ഈ കുറച്ച് മുന്നേ വരെ ഞാൻ പേടിച്ച് തന്നെയാണ് ജീവിച്ചത്. ഇന്നാളെ വ്യക്തിയെ വെച്ച് ഫിറോസിനെ പേടിച്ച് 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 ഇവിടം വരുത്തി. എനിക്കിനി പേടിക്കാൻ വയ്യ. കാരണം എൻ്റെ ലൈഫിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത്, എൻ്റെ വീട്ടുകാരെ ഓർത്ത് എല്ലാം വെച്ച് ഞാൻ ക്ഷമിച്ച് നാണക്കേടാണ് നമ്മളിത് സോഷ്യൽ മീഡിയയിലൂടെ ഇടുന്നോറും എൻ്റെ കുഞ്ഞിനിത് ബാധിക്കും എന്ന് പേടിച്ചിട്ട് മാത്രം, എൻ്റെ റോവലിന് അവൻ്റെ പപ്പയെ ഇഷ്ടമാണ്, ആ ഒരു കാര്യം ഓർത്ത് മാത്രം, എൻ്റെ കുഞ്ഞിന് ബാധിക്കരുതെന്ന് മാത്രം ഓർത്ത് മാത്രം ഞാനിതെല്ലാം വെളി പറയാതെ മിണ്ടാതെ ക്ഷമിച്ച് കയറും തോറും തലയിൽ കയറി എന്നല്ല, അതിനപ്പുറം കയറി എന്നെ ചൊരിയാൻ നിൽക്കുക. ഇനി എനിക്ക് പറ്റില്ല. ഞാനതുകൊണ്ട് നിയമവശാൽ നിയമം പോലെ ഞാൻ ലീഗലി പോയേക്കുവാണ്. കാര്യങ്ങളെല്ലാം ലീഗലി പോയെങ്കിലും ഈ മീഡിയയിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട്, ഒരു സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ നമ്മളൊരു ആക്ടർ ആയതുകൊണ്ടും എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇപ്പം വിവാദം നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മുന്നിലും ഇത് പറയണം. കാരണം നിങ്ങളാണ് എന്നെ വളർത്തി ഇത്രയും ആക്കിയത്. അപ്പം ഒരു തെറ്റ് കാണുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഞാൻ സഹിതം തെറ്റാണല്ലോ എന്ന് പറയും. അപ്പം മറുവശം കൂടെ കേട്ടിട്ട് കുറേ ചാനൽസ് എടുത്ത് ഇത് ആഘോഷിച്ചിട്ടുണ്ട്. ആൾക്കാർ കൂടെ അടുത്ത് ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് ഞാൻ ഇട്ട് തരിക. വേറൊന്നുമല്ല, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ എനിക്ക് ഇനിയെങ്കിലും പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇത് ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റാണ്, എൻ്റെ ഫിറോസിൻ്റെയും. 2024 ഒക്ടോബർ 23 ഞങ്ങളെ മാരേജ് നടന്നത്. ഈ മാരേജ് നടക്കുന്നതിന് മുന്നേ ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടേത് ഒരു അറേഞ്ച് മാരേജ് അല്ല, ചെറിയൊരു ലവ് മാരേജ് ആണ്. ഈ പുള്ളി എന്നെ കണ്ട് ഇഷ്ടപ്പെടുന്നതും സംസാരിക്കുന്നതും ഞങ്ങൾക്കൊരു മാസത്തെ ചെറിയൊരു സംസാരിക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് കല്യാണം ആലോചിച്ച് വന്നപ്പോൾ സമയത്ത് ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓൾറെഡി സെക്കൻഡാണ്, ഫസ്റ്റ് മാരേജ് കഴിഞ്ഞ് ഡിവോഴ്സാണ്, എനിക്കതിലൊരു കുഞ്ഞുണ്ട് എന്നെല്ലാം പറഞ്ഞു. പുള്ളിക്കാരൻ്റെ ലൈഫിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, നമ്മളുടെ കുറച്ച് ആൾക്കാർ ഇതിനകത്ത് ഇടപെട്ടു, നല്ല ബന്ധമാണെന്ന് ചിന്തിച്ച്